വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ കേരള എംപിമാരുടെ നിലപാടിനായി കാത്ത മുനമ്പം ജനത. ബില്ലിനെ അനുകൂലിക്കണമെന്ന KCBCയുടെ ആഹ്വാനവും ഇടതു വലത് എംപിമാർ അംഗീകരിച്ചിട്ടില്ല. കേരള എംപിമാർ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ എതിർത്താൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് മുനമ്പത്തുകാരുടെ തീരുമാനം. വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, മുനമ്പത്തുകാർ എന്തു പറയുന്നു? കോൺഗ്രസിൻ്റെ CPMൻ്റെ ഒക്കെ ഇരട്ടത്താപ്പിനെ പ്രതിഷേധിക്കുകയാണോ അവർ? മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് അധിനിവേശത്തിന്റെ ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ വഖഫ് നിയമ ഭേദഗതി എത്രത്തോളം അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് KCBC അടക്കമുള്ള ക്രൈസ്തവ സംഘടനകളിലെ സഭകൾ ഇത്തരത്തിൽ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് കേരളത്തിൽ നിന്നുള്ള എംപിമാർ മാറണം എന്ന ഒരു നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശം തന്നെയാണ് മുനമ്പം ജനതയും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ തയ്യാറാകുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നിട്ടിറങ്ങാനാണ് മുനമ്പം ജനതയുടെ തീരുമാനം. അവർ കടലിൽ ഇറങ്ങി നിന്നുകൊണ്ടുള്ള സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അവർ നീങ്ങുന്നതും. നേരത്തെ തന്നെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ UDFൻ്റെ MLAമാരായാലും മറ്റ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വന്ന് നൽകിയിരുന്നെങ്കിൽ പോലും ഒരു തരത്തിലും ആ വാക്ക് പാലിക്കാൻ UDF നേതാക്കൾക്ക് കഴിഞ്ഞില്ല. സമാനമായി തന്നെയാണ് അവിടുത്തെ MLA അടക്കമുള്ളവർ, വൈപ്പിൻ MLA അടക്കമുള്ളവർ പല വാഗ്ദാനങ്ങൾ നൽകി ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് പറയുകയും അതിനുശേഷം ഇവരുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തെങ്കിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം പോലും റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി നീങ്ങിയിരുന്നു. അതായത് ഒരു നിയമസാധുതയും ഇല്ലാത്ത രീതിയിലായിരുന്നു സർക്കാരിൻ്റെയും പ്രവർത്തനം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർക്ക് ഏക പ്രതീക്ഷ ഇവരുടെ ഇപ്പോഴത്തെ ഈ വഖഫ് അധിനിവേശ ഭീഷണിയെ നേരിടുന്നതിന് വഖഫ് നിയമ ഭേദഗതി മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവോടുകൂടി തന്നെയാണ് അവർ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള ഓരോ എംപിമാരും വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. നേരത്തെ നിയമസഭയിൽ നമുക്കറിയാം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ മുനമ്പത്തെ പ്രതികരിക്കുന്ന ആ ഭാഗത്തെ പ്രതികരിക്കുന്ന MLA അടക്കം വോട്ട് ചെയ്തത് വഖഫ് നിയമ ഭേദഗതിക്ക് എതിരായ പ്രമേയത്തിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ആ നിലപാടിൽ നിന്നും എല്ലാ ജനപ്രതിനിധികളും മാറണം. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം റദ്ദ് ചെയ്യുക. അതോടൊപ്പം തന്നെ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും വോട്ട് ചെയ്യുക എന്നതാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരോട് മുനമ്പം ജനതയും അതോടൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭകളുമെല്ലാം ആവശ്യപ്പെടുന്നത്. കൃഷ്ണരാജ്, ശരി. എംപിമാർ, കോൺഗ്രസ് എംപിമാരും CPM എംപിമാരും എതിർക്കുമോ? കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് എന്താകും എന്നൊക്കെ മുനമ്പം ജനത ചോദിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ്.